ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി. അങ്ങനെ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ നമുക്കൊരു കൊച്ച് വീഡിയോ ആക്കിയാലോ. കുറേ ദിവസമായിട്ടില്ലേ പ്രോപ്പറായിട്ട് നമ്മൾ വീഡിയോസോ കാര്യങ്ങളൊന്നും ഒരു ചാനലിൽ പോസ്റ്റ് ആക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ എല്ലാ ചാനലിലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. തിരക്കുകളൊക്കെ കുറേ മാറ്റി വെച്ചിട്ടുണ്ട്. എന്തായാലും ഇൻഷാ അല്ലാഹ് നല്ല വെറൈറ്റി വീഡിയോസും പ്രാങ്കൊക്കെ ആയിട്ട് നമുക്ക് പൊളിക്കണം. ഉമ്മാക്കും ചക്കരക്കും സിനുവിനൊക്കെ പ്രാങ്ക് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ആരെങ്കിലും പറഞ്ഞിട്ട് കൊടുക്കുമോ ന്യൂസിലെന്ന് ചോദിക്കും. പക്ഷേ ഇവർ പ്രതീക്ഷിക്കാത്ത രീതിക്ക് കൊടുക്കണം എന്ന് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ പറയണം കേട്ടോ. കാരണം പഴയ നമ്മൾ ആ വീഡിയോൻ്റെ വൈബ് കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ന്യൂസിലൊക്കെ വെറും ഉഴപ്പായിക്കണമെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ. ഉഴപ്പല്ല ഗൈസ്, നമ്മൾ ബിസിനസ്സിൽ ഇറങ്ങിയപ്പോഴാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ മനസ്സിലായത്. അതിൻ്റെ എഫേർട്ടും കാര്യങ്ങളും ഒരുപാടുണ്ട്. നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് ഓടി എത്തൂല. അതിൻ്റെ ഇടയിൽ ഒരുപാട് ബിസിനസ് ഉണ്ടെങ്കിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്നാലും ഗൈസ് അതൊക്കെ അതിൻ്റെ വഴിക്ക് നല്ല രീതിക്ക് നടക്കുന്നുണ്ട്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. മകൻ്റെ കുട്ടി നിലത്തും മകളെ കുട്ടി മടിയിലും. ഈ ഒരു വേർതിരിവ് മകള് എന്ന് വന്നോ അന്ന് തുടങ്ങിയതാണ് ഉമ്മ കാണിക്കില്ല. അപ്പോൾ ഉമ്മാനോട് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ, ഈ കുട്ടി ഇവിടെ എന്നും ഉണ്ടാവുള്ളൂ. എന്നിട്ട് എൻ്റെ കുട്ടി പാവം അത് ചൂടും കൊണ്ട് വെയിലത്ത് കിടക്കണോക്കാം. അതിന് ഞാൻ വിറ്റാമിൻ ഡി കിട്ടാൻ വേണ്ടിട്ട് എന്തിന് അൽഫാമാവും. അൽഫാം ഇതാണ് കൊല്ലത്തെ സുട്ടി. ഇന്നലെ രാത്രി പോയി 5:30 മണിയാകുമ്പോഴേക്കും വീടെത്തിന്നാ പറഞ്ഞ്. 4:30 4:05 മണി അബ്ബ പോയി തരേ. കുട്ടിന്റെ അബ്ബ പോയി തരേ. 4 പുറം നോക്കണ്ടോ? ചക്കരന്റെ എല്ലാ സ്വഭാവം ചക്കര ചെറുപ്പത്തിൽ നല്ല ചക്കരനെ പറയാൻ പറ്റൂലല്ലോ നിങ്ങക്ക് അല്ലേ? അതിനൊക്കെ ഇന്റെ ഷൂട്ടി കണ്ടോ? ഒരു കൗരവുമില്ല, എപ്പോഴും ചിരിച്ചോണ്ട്. അതിനെ നിലത്ത് കടത്തിയാലും കുഴപ്പമില്ല, അതിനെ കൗത്തി കടത്തിയാൽ എന്തിന് ഇതൊക്കെ. അതിപ്പോ കുട്ടികളായ അങ്ങനെ തന്നെയല്ലേ, കരയും ചിരിക്കും അല്ലേ? എല്ലടാ ചെക്ക എവിടെ നീച്ച് നടന്ന ഓള് മുട്ടത്തിൽ തുടങ്ങിയില്ലേ? ഇങ്ങനെ മടിയില് ആദ്യത്തെ കൺമണി എന്ന് പറഞ്ഞിട്ട് എപ്പോഴും മടിയിൽ വെച്ച് കഴിഞ്ഞാൽ അതിട്ട് നടക്കണ്ടേ. അതിന്റെ പ്രായത്തില് ഞാൻ എടുത്തിട്ടുണ്ടോ കൊണ്ട് മുട്ട കുത്തുന്നുണ്ടോ? ഇതാണ്ടോ ആണാണെങ്കിലും അലേഹ നേരത്തെ മുട്ട കുത്തിയായിരുന്നു ഇല്ലേ? കണ്ടോ കണ്ടോ കാലും കൈയും പൊക്കിയൊരു കറുത്ത. എന്നിട്ടാണ്ട് വീട് താനോട് മുട്ടും, എന്നിട്ട് കരയും. ഇതന്നെയാണ് ഓന്റെ പണി. അലന്റെ ഇത് അലൻ, ഇത് അലാന, മറ്റേത് അലേഹ. ഇനിയൊരു കുട്ടി ഉണ്ടെങ്കിൽ അലൻ ജോസ് പെരേര കേട്ടോ. മൊത്തം ഇവിടെ വെച്ചിട്ടുണ്ട് കളിയാണ് എന്റെ മക്കളൊക്കെ. എത്തി എന്താ ഓല് വരാത്തപ്പോ? ഓല അവിടുത്തെ ഇലക്ഷൻ കഴിഞ്ഞോ? ഓനവിടെ ഇലക്ഷൻ ആവണുള്ളൂ. ഓൾക്ക് അവിടെ നല്ല പരിപാടിയാണ് ഇലക്ഷൻ അല്ലേ? അപ്പൊ ഗൈസ് നാളെ വിഷു, മറ്റന്നേ വിഷു. നാളെ ഇവിടെ പടക്കം പൊട്ടും കേട്ടോ. ഇന്ന് രാത്രി പൊട്ടും. ഇന്ന് ഞാൻ കുറച്ച് പടക്കമായിട്ട് ഇങ്ങടൊക്കെ പൊട്ടിക്കും ഞാൻ, നോക്കോളി കേട്ടോ. ഈ ചെക്ക ഇന്നെ കണ്ട അപ്പ ചെറുക്കിയ ജോക്കറാണ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഗായ്സ് ഞാൻ ജിമ്മൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയപ്പോൾ ഉമ്മ ഒരു കുട്ടീനെ മാത്രം എടുത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ കുട്ടിയാണെന്നുണ്ടെങ്കിൽ നീച്ച് ബെഡ്റൂമിൽ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്താക്കി ഇതിനെ കൊടുത്തിട്ട് ഇവിടെ ഇരുത്തിയിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അലേഹ നീച്ചിട്ടില്ല കേട്ടോ. അലേഹ നീച്ചിട്ട് എൻ്റെ നടുവിൽ വന്നിട്ട് കടക്കും രാത്രി. അലേഹ നീച്ച് വന്നിങ്ങാണ്ട് നേരെ ഉമ്മാന്റെ മടിയിൽ കയറി കുത്തിരിക്കുന്നുണ്ട്. അലേഹ ഇതൊക്കെ ആരാ? അതാ കുട്ടികളും മക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് ഉമ്മ ഫുൾ തിരക്കിലാണ്. എടീ എന്റെ ഓട്സ് ഉണ്ടാക്ക്, വേഗം പോയിട്ട് ഉണ്ടാക്ക്. ഉമ്മാക്ക് ഇവിടെ മക്കളെ നോക്കണ പരിപാടി. നിങ്ങൾക്ക് ഒരു അംഗൻവാടി തുടങ്ങി തന്നാലും ഇവിടെ 1000 ഉറുപ്പിന്റെ എന്ത് പണിയായിരുന്നു? 1000 ഉറുപ്പിന്റെ പണി എടുത്തുകൊണ്ടേ അലൻ 1000 രൂപന്റെ പണി അലൻ എടുത്തിട്ടുണ്ടോ? ഈ എത്ര ഉറുപ്പിന്റെ പണി എടുത്തുക്കണു? അലേഹ ഒരു ഡാൻസ് കളിച്ചാ അപ്പൊ ഇനിയിപ്പോ തിന്നാൻ കൊടുക്കലാണ് ഇപ്പൊ അന്തോ അല്ലേ? കൊഞ്ചല്ലേ പെണ്ണെ
നീ തുള്ളിക്കാളിക്കല്ലോ പെണ്ണെ, നിന്റെ മംഗല്യം വന്നല്ലോ പെണ്ണെ. എടി ലൈലേ ലൈലേ, നിന്നെ കണ്ട നാള് തൊട്ട് ആ കൽവിനുള്ളിലെന്നും ഒരു പൂങ്കിനാവുദിച്ചു, അത് സ്നേഹമായില്ലേ. ലൈല ലൈല എൻ്റെ ലൈല ലൈല, പൊന്നു ലൈലേ ലൈലേ, നീ എൻ്റേതല്ലേ. കൈസേ കൈസേ പൊന്നും കൈസേ കൈസേ, എൻ്റെ കൈസേ കൈസേ, ഞാൻ നിൻ്റേതല്ലേ. കൊഞ്ചല്ലേ കൊഞ്ചല്ലേ പെണ്ണെ, തുള്ളിക്കളിക്കല്ലേ പെണ്ണെ, മംഗല്യം വന്നല്ല പെണ്ണെ, ലൈലേ ലൈലേ. കളിക്ക് 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 കളിക്ക്. അല്ലേ അത് അലാന ഡാൻസ് കളിക്കുന്നു, കളിക്ക്. കിച്ചണിലെ പണികൾ തുടങ്ങി. അടുക്കളയിൽ ചക്കരിയും, ഈ അടുക്കളയിൽ ചക്കരിയും കുട്ടിയും ഉമ്മയുണ്ട്. ഈ അടുക്കളയിൽ ഞാനും അലനും നെജില സിനു ഉണ്ട്. അപ്പം നെജില സിനു ആർക്കാണ് ആദ്യം ഫുഡ് കൊടുക്കുന്നത്? വളരെ എളുപ്പമുള്ള കുട്ടിക്കാണ് ആദ്യം ഫുഡ് കൊടുക്കുന്നത്. മറ്റേ കുട്ടിക്ക് കൊടുക്കാൻ കുറച്ച് എടുങ്ങാറാണ്. അതുകൊണ്ട് സിനു നമ്മളുടെ അലനുണ്ടാക്കണ ഇതെന്താ, രാഗിപ്പൊടിയാ? ഓക്കെ. അപ്പോൾ കുന്നങ്കായ പൊടി വേണ്ട, കുന്നങ്കായ വേണ്ട, കുന്നങ്കായ വേണ്ട, അത്ര റാഗിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ വീട്ടിലെ ഏറ്റവും വലിയ കുട്ടിക്ക് ഉണ്ടാക്കിയ ഓട്സ്, അത് എനിക്കുള്ളതാണ്. ഓഫാക്കിയോ? അതായത് ഇത് എനിക്കുള്ള ഓട്സ്, എനിക്കുള്ള കുക്കുംബർ അല്ല അനാറ്, പഴം. ജിമ്മൊക്കെ കഴിഞ്ഞ് എത്തി. ഞാലേക്ക് എന്താ എന്ത് തിന്നില്ലേ? അലയൊക്കെ ആണെങ്കിൽ തിന്നുന്നാണ് സിനു പറഞ്ഞത്. ആ നയത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ പറയുക അല്ലേ. നമ്മൾ സ്ട്രെസ്സായിട്ട് മക്കളെ തീറ്റിക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെ കടമയാണ്, മനസ്സിലായോ? അല്ലാതെ അനക്ക് സ്ട്രെസ് വരിച്ചിട്ട് കുട്ടിക്ക് തിന്നാൻ കൊടുക്കാതിരിക്കുക. സമാധാനത്തിന് ഞാൻ കുറച്ച് വെള്ളം 2-3 കൊട്ട് ഞാൻ കൊടുക്കും. പിന്നെ അങ്ങനെ നിർബന്ധിച്ച് കുത്തി കുത്തി കയറ്റി ഫുഡ് പറഞ്ഞ ഈ ചെയർ കാണാൻ അതിന് ദേഷ്യം പിടിച്ചിരുന്നു. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ തിന്നില്ലെങ്കിൽ തിന്നില്ലാന്ന് പറയാ. എന്തായാലും നിങ്ങൾ പറയണെന്നു ശരി. നമുക്ക് അറിയില്ലല്ലോ, നമുക്ക് കുട്ടികളെ വളർത്താനും അറിയില്ല. നമുക്ക് ആകെ അറിയുന്നത് എന്താ? ഓക്കെ. ഇനിയിപ്പോൾ ഇത് വേറെ ആളോട് പോയിച്ചു കഴിഞ്ഞാൽ ഓര് വേറെ പറയാം. ഇത് ഡോക്ടർമാർ 2-3 ഡോക്ടറെ കാണിക്കണമാതിരിയാണ് പെരയിലെ അവസ്ഥ. അങ്ങനെ ഗൈസ്, എൻ്റെ ഫുഡ് നോക്കാം. ഓട്സ്, ഉറുമാമ്പഴം, പഴം, 5 മുട്ട. ആരാ ഞാൻ ഫുഡ് കഴിക്കണില്ലാന്ന്? ഇത്രയൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ? എന്ത് എന്ത് ഒന്നും തിന്നല്ലേ? അപ്പോൾ സിനുവിൻ്റെ അവിടെ ഇന്നലെ കല്യാണം ഉണ്ടായിരുന്നു. ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഫുഡൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട്, ആവശ്യത്തിലേറെ ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ കഴിക്കേണ്ട അത്ര കഴിക്കേണ്ട, എണ്ണയും ഇതൊക്കെ കണ്ട് ഒഴിവാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഈ വീട്ടിലെ ചെറിയ മക്കളുടെ ഒക്കെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞു. ഇന്ന ഉൾപ്പെടെയായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി എൻ്റെ അലേഹയാണ് ഏറ്റവും ലാസ്റ്റ്. ഈ വീട്ടിലെ തള്ളാരെ ഫുഡ് കഴിക്കലുണ്ട്. നിങ്ങളൊക്കെ എപ്പോഴാണ്? ന്യൂൻ്റെ കൂടി ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ഗൈസ്. അത് കഴിഞ്ഞ് ഉച്ചക്കുള്ള സ്പെഷ്യൽ എന്തൊക്കെയാണ്? ഞാനിവിടെ മാന്തൽ മീൻ വാങ്ങിക്കൊണ്ടിരിക്കണേ. ഇന്ന് ഇവിടെ ഗൈസ് ഒരു ഇടിച്ചക്ക ഇരിക്കുന്നുണ്ട്. നമുക്ക് സിനുവിൻ്റെ ചാനലിലേക്ക് ഒരു ഇടിച്ചക്ക സ്പെഷ്യൽ ആക്കാട്ടോ ഒന്ന്. ഓക്കെ, ഒരു ഇടിച്ചക്ക ഇവിടെ ഇരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇടിച്ചക്കയും മുതിരയും വെക്കുക എന്നുള്ള വീഡിയോ ഞാൻ ഉച്ചക്ക് ഞാൻ സിനുവിൻ്റെ എടുക്കാം അല്ലേ. എല്ലാവരും പാടെ കൂടിയിട്ട് ഒരു ഇടിച്ചക്കുപ്പേരി. ലാസ്റ്റ് കുട്ടി ഫുഡ് കഴിക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും എന്താ, ഇവിടെ ലാസ്റ്റ് കഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫുൾ നൂൽപൊട്ട് പിളുക്ക് തിന്ന അതായത് അത് മൊത്തം ഇനിയിപ്പോ സിനിമ തീർക്കണം കേട്ടോ. ഇനി 2 കൂടി തിന്നൂലേ? മതിയായോ? വിശപ്പ് മതിയായോ? നിർത്തുക, തീറ്റ നിർത്തുക. എൻ്റെ അമ്മേൻ്റെ പകുതി തീറ്റ കണക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തിന്നാലും തടിയുമ്പോ കാണാത്ത ആൾക്കാർ ഇവിടെയൊക്കെ വായു മുന്നേ. ഓക്കെ ഗൈസ്, തിന്നണേന് കുറ്റം പറയല്ല. ഫുള്ള് നല്ല തീറ്റ അവള് തിന്നും, പക്ഷെ അവളെ തടിയുമ്പോ കാണൂല അല്ലേ. നല്ല തീറ്റ തിന്നൂലേ? ഹോട്ടലിലൊക്കെ പോകുമ്പോ എമ്മാ തീറ്റ തിന്നാല് എതിര് തിന്നണോലുണ്ടോ? ഞാൻ എൻ്റെ കണ്ണിരിച്ച അല്ലേ ഏറ്റവും തിന്നാത്ത ആൾ ഇതാണ്, ഒരു വസ്തു തിന്നാത്ത ആള്. അങ്ങനെ ഗൈസ്, രാവിലത്തെ നമ്മളെ പെരയിലെ തിരക്കുകൾ നിങ്ങൾ കണ്ടില്ലേ അല്ലേ?
ഇനി എന്താ പല്ലിന്റെ ഡോക്ടർ വരാൻ പറഞ്ഞേ? ഇന്നലെ വരാൻ പറഞ്ഞല്ലേ? അപ്പൊ ഇനി നാളെ പോവാ കേട്ടോ. നാളെ പോയിട്ട് പല്ല് പറിക്കേ, അടച്ച പല്ല് പറിക്കേ. വരുത്തം തന്നെയെന്ന് പറഞ്ഞാൽ അത് ഇനി അങ്ങനെ വരുത്താണെന്നുണ്ടെങ്കിൽ അതും കൂടി ആയിട്ട് കളയാം, എന്നിട്ട് അവിടെ കൂടി ഒരു പല്ലണ്ട് വെക്കാം അല്ലേ? അത് തുറന്നു പിന്നെ നടന്നു പോന്നോ? അപ്പൊ നിങ്ങൾ അയിമ ഇങ്ങനെ തന്നെ ഒരിക്കലും അടുത്ത സാധനം എങ്ങനെ പോരാ? നിങ്ങൾ അയിമ ഇങ്ങനെ കളിച്ച് നോണ്ടിട്ടുണ്ടാവും നിങ്ങളല്ല ആള്. നിങ്ങൾക്ക് അവിടെ പല്ലുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് ഇങ്ങനെ ആവോണ്ട് ഇങ്ങനെ തപ്പാണ്. അത് നിങ്ങളോട് ആദ്യം പറഞ്ഞേക്കണേ. ഓക്കെ, നെടിച്ചക്ക ചെത്തിയോ? ഞാൻ നെടിച്ചക്ക ഉപ്പേരിയുടെ വീഡിയോ ഒക്കെ ഉള്ളതെന്ന് പറഞ്ഞ് നിൽക്കായിരുന്നു. അത് പല്ലരിച്ചക്ക വെട്ടിയത് ഇവിടെ ഉണ്ട്. ഇനി ബാക്കി നമുക്ക് എന്താക്കാം, എടുക്കാം. ചെറുപയറില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഗൈസ് ഇന്നത്തെ രാവിലത്തെ വിശേഷം കാര്യങ്ങളൊക്കെ എത്രയായിരുന്നു. നിങ്ങൾക്ക് നല്ലൊരു പ്രാങ്ക് എന്നാലോ? പറഞ്ഞിട്ട് കേട്ടോ, പിന്നെ അറിയില്ല. ഗ്യാസ് ആയിട്ട് പൊട്ടിച്ചു. അതല്ല ഗൈസ്, ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ. ഗ്യാസ് ഒക്കെ തീർന്നെങ്കിൽ ഒരു കുറ്റി ബുക്ക് ചെയ്തോ? വീണ്ടും യുദ്ധം തുടങ്ങിക്കണേ. ഫോണില് പൈസ അല്ല, ബാക്കി എളുപ്പം കിട്ടും. ഫോണിൽ പൈസ കയറ്റി തന്ന ഗ്യാസ് കിട്ടും. ഓക്കെ, അപ്പൊ ഉമ്മാടെ ഫോണിൽ ആദ്യം പൈസ കയറ്റി കൊടുക്കട്ടെ. ഗ്യാസ് ഇല്ലെങ്കിൽ പണിയാവും ഇവിടെ. ഓക്കെ, പൈസ കയറ്റിക്കാണ്ട് 100 റുപ്യ കയറ്റിക്ക. സൗഫിക്ക് ഒരു മിസ് കോളും തറവാട്ടിക്ക് ഒരു വിളി, അതുകൊണ്ട് ഞാൻ പൈസ കയറ്റി. സോഫിക്ക് വിളിക്ക് മിസ് കോളൊന്നും ആവില്ല. 2 മണിക്കൂർ സംസാരം 100 റുപ്യക്ക് കയറ്റിക്കാൻ എത്ര ഉണ്ടാവും? ഞാൻ വിളിച്ച ഓള് ബിസി ആക്കല, അല്ലെങ്കിൽ ഓള് തിരിച്ചു വിളിച്ച എന്നാ പിന്നെ ഏതേലും നിങ്ങളെ പൈസ പോണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഗൈസ് ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ആക്കുന്നു. വീണ്ടും യുദ്ധം തുടങ്ങിയിരിക്കണം. എന്താവും അവസ്ഥ? ഒരുപാട് ആളുകൾക്ക്, പ്രവാസികൾക്കൊന്നും ജോലി ഇല്ലാതെ നാട്ടിൽ കയറ്റി വിടുന്നുണ്ട്. എന്താണ് അവരുടെ സിറ്റുവേഷൻസ് ഒന്നും അറിയില്ല. അവർക്ക് പേരയും കൂടിയൊക്കെ ഉണ്ടാവും. പക്ഷെ ഓർക്കും കുറേ ലോണും കാര്യങ്ങളും അടവും പെൻഡിങ്ങും ആയിട്ട് ഈ മിഡിൽ ക്ലാസ്സിൽ നിൽക്കുന്ന ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്. പക്ഷെ ഓലൊന്നും ഹെൽപ്പ് ചെയ്യാനും ആരും ഉണ്ടാവില്ല. കാരണം പുറത്തെ ആളുകളുടെ കണ്ണിൽ ഓലിക്ക് എല്ലാം ഉണ്ട്, വീടുണ്ട്, സൗകര്യങ്ങളുണ്ട്, ചിലപ്പോൾ കാറടക്കം ഉണ്ടാവും. പക്ഷെ ആ കാറിൽ പെട്രോൾ അടിക്കാനുള്ള സിറ്റുവേഷൻ പോലും അവർക്ക് ഉണ്ടാവില്ല. പക്ഷെ എന്താ വെച്ചാൽ അവരാരും പരിഗണിക്കാനോ അവർക്ക് എല്ലാവർക്കും കണ്ണിൽ കാണാനല്ലോ വിശ്വസിക്കുക. അവരവരുടെ പേരുടെ ഉള്ളത്തെ കാര്യം ആർക്കും അറിയണ്ടാവില്ല. അവരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി തട്ടിമുട്ടി ജീവിച്ചു പോകുന്ന ആൾക്കാരാവും. എല്ലാ സ്വപ്നങ്ങളും നേടുന്നതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ യുദ്ധങ്ങളും കൊറോണയൊക്കെ വരുമ്പോൾ കൊറോണകളൊക്കെ വരുമ്പോൾ ഓലെയും കൊണ്ട് ചിലപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതൊക്കെ വെച്ചാൽ പുറത്തെ ആളുകളുടെ കണ്ണിൽ ഓല് എന്താണ്, ഓൽക്ക് എല്ലാം ഉണ്ട്, നല്ല വീടുണ്ട്, സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. പക്ഷേ ഓരുടെ സിറ്റുവേഷൻ ഓൽക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നെ ഒന്നുമില്ലാത്ത ആൾക്കാർക്ക് ഒരു പേടി ഉണ്ടാവില്ല. കാരണം ഓൽക്ക് എല്ലാവരും കൊടുക്കും. എല്ലാ സംഘടനകളും സഹകരണങ്ങളും എല്ലാതും ഉണ്ടാവും. ഓൽക്ക് കഴിഞ്ഞു പോകാനുള്ള കാര്യങ്ങൾ സർക്കാർ വരെ കൊടുക്കും. ബാക്കി മിഡിൽ ക്ലാസ്സിൽ നിൽക്കുന്ന ആളുകളുടെ അവസ്ഥയും പരിതാപകരം. ഓക്കെ, അപ്പോൾ നമ്മുടെ പേരയിൽ മാത്രമല്ല നമ്മുടെ അയൽവക്കത്തെ അവസ്ഥകളും ഒന്നെല്ലാവരും കണ്ടറിയാൻ ശ്രമിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും ചെയ്ത് കൊടുക്കുക എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ യുദ്ധം കനത്ത് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും. അവിടെ യുദ്ധമാണെന്നുണ്ടെങ്കിലും ബാധിക്കണത് നമുക്ക്. കാരണം നമ്മളൊക്കെ പ്രവാസികളുടെ കുറേ പൈസ കൊണ്ടാണ് ഇവിടെ പിടിച്ച് നിൽക്കുന്നത് അല്ലേ? എന്തായാലും ഉമ്മാൻ്റെ ആങ്ങളാരനെ 3-4 ആൾ ഗൾഫില്ല. 3 ആൾ ഗൾഫിൽ, 2 ആളില്ലേ? കുറേ പേര് പ്രവാസികൾ ഒരുപാട് പേരുണ്ട്. കുറേ ആൾക്കാർ പണിയില്ലാതെ കുത്തിരിക്കുന്നുണ്ട്. പിന്നെ ടിക്കറ്റിന് കൊടുത്ത വിലയാണ്. നാട്ടിൽ വന്നിട്ട് എന്താ ചെയ്യാന്ന് അറിയാത്ത സിറ്റുവേഷനിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, പിന്നെ അവിടെ ജീവൻ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. എപ്പോഴാണ് വന്ന് മിസൈൽ വീഴാന്ന് ആലോചിച്ച് അങ്ങനെയൊക്കെ സിറ്റുവേഷനിലാണ്. അപ്പോൾ എന്തായാലും എല്ലാം മാറട്ടെ നമ്മൾ പ്രാർത്ഥിക്കുക, അല്ലാതെ കാട്ടത്. ഓക്കെ, അപ്പോൾ ഗൈസ് നെക്സ്റ്റ് എല്ലാവരും വീഡിയോ ആയിട്ട് കാണാം. ബൈ.